ഹലോ. അപ്പോൾ ഞാനിത് വന്നിട്ടുള്ളത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ട് നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോലെ ഒരു വാൾ ഡെക്കറാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം. അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണേ. അപ്പം നമ്മളിത് വെച്ചിട്ട് ഒരു വാൾ ഡെക്കോറാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ആ ഒരു കാർബണിൻ്റെ പീസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ളൊരു പീസായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ക്വയർ ഷേപ്പ്, അതായത് എല്ലാ ഭാഗങ്ങളും 25 സെൻറ്റിമീറ്ററുള്ള, അതായത് 4 ഭാഗങ്ങളും 25 സെൻറ്റിമീറ്ററുള്ള ഒരു വലിയ പീസ്, ചെറിയ പീസ് ഞാൻ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, ആ ഒരു ഫസ്റ്റ് ലെയർ ഇതേപോലെ ഇളക്കി കളയുന്നുണ്ട്. നമുക്ക് അത് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രിപ്പ് വരുന്ന പോലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ ഒരു ലെയർ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ആ ഒരു ടൈമിൽ തന്നെ അതിങ്ങനെ പറഞ്ഞു പോരും. അപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ നടുവായിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഈസിയാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഞാൻ വിചാരിച്ചത്ര ഒത്ത നടുക്ക്, അതായത് രണ്ടിൻ്റെ നടുവിൽ തന്നെ നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് മാർക്കിങ്സൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട്. അതായത് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല കേട്ടോ. മേലേന്ന് ചെറിയ രീതിയിൽ തുടങ്ങി താഴേന്ന് ഇങ്ങനെ വലിയ രീതിയിലാക്കിയിട്ട് ഒന്ന് നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ ജസ്റ്റ് നമ്മൾ ഇതേപോലെ മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 2 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ 2 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. 3 സെൻറ്റിമീറ്റർ എടുക്കാം, 4 സെൻറ്റിമീറ്റർ, അങ്ങനെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു വിഡ്ത്ത് എടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ലൈനിൻ്റെ ആ ഒരു ലൈനുമ്പോൾ തന്നെ വേണം കേട്ടോ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കട്ടിങ് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു കട്ടിങ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാനവിടെ കാണിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ നമുക്ക് ആ ഒരു നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ 2 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല, അവിടെ നിന്ന് നമ്മൾ ഇതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനറ്റത്തായിട്ട് ഇങ്ങനെ ഓരോരോ ഇതും നമ്മൾ അറ്റത്തേക്കായിട്ട് ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ അവിടെ നിന്ന് നല്ല പണിയിലാണ്. അവൻ എന്തൊക്കെയോ ആക്കുന്നതൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ഇത് ചെയ്യുന്ന ടൈമിൽ നമുക്കിതിങ്ങനെ ജസ്റ്റ് ആ ഒരു ലൈനിന് നേരെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ലൈൻ ഉണ്ടായിരുന്നു, ക്രോസ് ആയിട്ട് വരച്ച ആ ഒരു ക്രോസ് ആയിട്ടുള്ള ലൈന് വരെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതിനപ്പുറം നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. അത്യാവശ്യം കട്ടിയുള്ള നല്ല കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പാടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ചെറിയ കത്രിക വെച്ചിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല പാടായിരുന്നു. അത് ചെറിയ കത്രികയാണ്ട് ഒടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ അടുത്ത് പിന്നെ എക്സ്റ്റൻഷൻ ബ്ലേഡ് ഉണ്ടായിരുന്നത്, അത് വെച്ചിട്ട് ഞാൻ ഇതേപോലെ വരഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മൾ അടിയിൽ അങ്ങനെ ആ ഒരു കട്ട് വീഴുന്നില്ല കേട്ടോ. അപ്പം ജസ്റ്റ് അവിടെ ഒരു വര പോലെ വീഴുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഞാൻ പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഒരുമിച്ച് കട്ട് ചെയ്യാനാവില്ല. പിന്നെ നല്ല രീതിയിൽ ഒറ്റ കട്ടിന് കിട്ടണമെങ്കിൽ നമുക്ക് നല്ല മുറിച്ചുള്ള കത്രിക, അതായത് നമ്മൾ മെഷീനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു കത്രിക ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഈസിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് അതുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു എക്സ്റ്റൻഷൻ ബ്ലേഡ് വെച്ചിട്ട് ചെയ്തതായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ലെയർ അതങ്ങനെ മുഴുവനായിട്ട് ചെയ്തു. അതിൻ്റെ അടിയിലത്തെ ഭാഗം നമ്മൾ ജസ്റ്റ് വീണ്ടും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു ടൈമിൽ കിട്ടിയിട്ടുണ്ട്. നടുവിലൊരു ഭാഗം നല്ല കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ കിട്ടും നടുവിലായിട്ട്. പിന്നെ തട്ടത്ത് വരുന്ന ഈ ഒരു ഭാഗങ്ങളാണ്. ഇനി നമുക്കിത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം. അതായത് ഇതിൻ്റെ 2 അറ്റവും ഇതേപോലെ ഓരോന്നിൻ്റെ അറ്റം നമ്മളിങ്ങനെ കൂട്ടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പം ഞാനിത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചതുകൊണ്ടായിരിക്കും ഇത്രയും പണി. കാരണം ഞാൻ ഒട്ടിക്കുന്നതോറും അതിങ്ങനെ ഇളക്കി പോരുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ഞാൻ പിന്നെയും നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുത്തു. ആദ്യത്തെ 2 ഒട്ടിക്കുന്ന ടൈമിൽ നല്ല കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു കെമിസ്ട്രി മനസ്സിലായല്ലോ. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ ഒട്ടിച്ചെടുത്തു. എനിക്ക് തോന്നുന്നു ഗ്ലൂ ഗണ്ണിനേക്കാൾ കൂടുതൽ നല്ലത് ഫെവിക്കോൾ തന്നെയായിരിക്കും. കാരണം നമ്മൾ പേപ്പർ ഒട്ടിക്കുമ്പോൾ അത് കാർഡ്ബോർഡും ഒട്ടിക്കുന്ന ടൈമിലൊക്കെ ഗ്ലൂ ഗണ്ണിനേക്കാളും ബെസ്റ്റ് ഫെവിക്കോളാണ്. കാരണം ഗ്ലൂ ഗണ്ണ് നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു പോരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് ആ ഒരു ടൈമിൽ ഇങ്ങനെ ഇളകി പോരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് ഫെവിക്കോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായല്ലോ. വാൾ ഡെക്കോറാണ്. നമ്മൾ ജസ്റ്റ് ഫ്ലവർ ബേസൊക്കെ പോലെ ഇതേപോലെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാൾ ഡെക്കോറാണ് കേട്ടോ.
ഞാൻ ഈ ഒരു വാൾ ഡെക്കോറൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ ഒരു ഫ്ലവർ വൈസൊക്കെ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ കയ്യിൽ അപ്പോൾ ഞാൻ നേരെ പോയിട്ട് പറമ്പിലുണ്ടായിരുന്ന ഇതുപോലത്തെ കുറച്ച് പൂക്കളൊക്കെ അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തോട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ജസ്റ്റ് ബാക്കിൽ ഇങ്ങനെ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് വാളിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റിക്കർ വെച്ചിട്ട് ഇത് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ കത്തിച്ച് കളയാനൊക്കെ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡൊക്കെ ഉറപ്പായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഐഡിയ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അത്രയുള്ള ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.